ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് കറിയുമായിട്ടാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽക്കും ചോറിൽക്കും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പോൾ വീട്ടിൽ കിടക്കാം. ബീഫ് കറിക്ക് ആവശ്യമായ സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ്, കറിവേപ്പില, മല്ലിയില, പുതിനയില, ഓയിൽ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, തക്കാളി, സവാള, പച്ചമുളക്. ആദ്യം തന്നെ ഒരു കുക്കർ ഗ്യാസിൽ വെക്കുക. അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങോട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതാ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയും പച്ചമുളകും തക്കാളിയും നന്നായി വാടി വന്നതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം ഗരം മസാല 1 സ്പൂണാണ് കേട്ടോ. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില, കറിവേപ്പില, പുതിനയില ഇവ 3 ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി എല്ലാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 5 വിസിലിന് ശേഷം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള വറുത്ത് പൊടിച്ചത് വേണ്ടവർക്ക് ആഡ് ചെയ്യാം, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ശരി, ബൈ ബൈ.